വീണ്ടും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിന്ന് വായിച്ചു കേട്ട ഭാഗം എന്ന് പറയും അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. രണ്ടും ഒന്നാമത്തത് നമ്മൾ കേട്ടത് ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ ശരിയാണ്. അവിടെ ആരെയൊക്കെ കാര്യം അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത് പീഡിതന്റെ കാര്യം, 2 വിശപ്പുള്ളത്, 3 കുരുട്, 4 അതായത് കുനിഞ്ഞിരിക്കുന്നത്. 4 പേരിന്റെ പറഞ്ഞേക്കാൻ പ്രധാനമായിട്ട് ഈ 4 കാര്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ബദ്ധന്മാര് 5 പേര്. അപ്പോ ഈ 5 തരത്തിലുള്ള മനുഷ്യരെയാണ് ദൈവം വിടുവിക്കുമെന്ന് പറയും. അപ്പൊ പീഡിതന്മാർക്ക് എന്ത് ചെയ്തു കൊടുക്കും? ന്യായം പാലിച്ചു കൊടുക്കും. വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കും. കുരുടന്മാര് കണ്ണു തുറക്കും. ബദ്ധന്മാര് അഴിച്ചുവിടും. കുനിഞ്ഞിരിക്കുന്നവര് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ആഹാരം എല്ലാവർക്കും വേണ്ടതല്ലേ? അതെ. പക്ഷെ കൊടുക്കുന്ന ആർക്കെ കൊടുക്കുള്ളൂ? വിശപ്പുള്ളവരെ. എഴുന്നേറ്റ് തുറന്നു കിടക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ കുനിഞ്ഞിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുരുടന് കാഴ്ച കൊടുക്കുന്നു. അപ്പോ കാഴ്ച കൊടുക്കുന്ന ആർക്കായിരിക്കണം? കുരുടനായിരിക്കണം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുടനെന്ന് സമ്മതിക്കില്ല. കുരുടനാണ്, പക്ഷെ ഞാൻ കുരുടനെന്ന് സമ്മതിക്കില്ല. അവിടെയാണ് വിഷയം. അതാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ പാപം. നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നില്ല, എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കാണുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കും. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നല്ലോ. ഞാൻ വീഴുന്നു എന്ന് പറഞ്ഞപ്പോൾ യഹോവനെ താങ്ങി. വീഴുന്നത് താങ്ങുന്നല്ല, പിന്നെയോ വീഴുന്നുവെന്ന് സമ്മതിച്ച് കർത്താവേ താങ്ങണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വീഴുന്നൊന്നുമില്ല. അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ നിവർന്നാ നടക്കുന്നേ, ഞങ്ങൾ നിവർന്നു തന്നെയാ നടക്കുന്നത്. ഞങ്ങൾക്ക് ആഹാരമുണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അതാണ് അതിന്റെ വിഷയം. എന്താണ് വിഷയം? ഇതിനൊക്കെയും ഒരുള്ളതാണ്. ഈ വിഷയം നമ്മൾ ഓരോ ഭാഗമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇന്നിപ്പോ സമയം മുൻപോട്ട് പോയിരിക്കുന്നത് കൊണ്ട് നമ്മളിവിടെ ചിന്തിച്ച് അവസാനിപ്പിക്കുകയാണ്. 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ആരാണ്? ധനവാനാണ്, എനിക്ക് പണമുണ്ട്, സമ്പന്നൻ, ഒന്നിനും മുട്ടില്ലാത്തവൻ. അപ്പോ അവന്റെ ചിന്ത എന്താ? അവൻ പറയുന്നത് എന്താ? ഞാൻ ധനവാനാണ്, സമ്പന്നനായിരിക്കുന്നു, ഒന്നിനും മുട്ടില്ലാത്തവനായിരിക്കും. എന്നിട്ട് അവൻ എങ്ങനെയായിരിക്കുന്നു? നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും. കർത്താവിന്റെ സ്തോത്രം. ആ മനുഷ്യന്റെ അവസ്ഥ കാണണം. ആ മനുഷ്യന്റെ അവസ്ഥ കാണണം. എങ്ങനെയാണ്? നിർഭാഗ്യനാണ്, കുരുടനാണ്, നഗ്നനാണ്. പക്ഷെ അവൻ പറയുന്നത് എന്താണ്? ഞാൻ സമ്പന്നനായിരിക്കുന്നു, ധനവാനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെയാണ് പ്രശ്നം. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം ഒരാളെ വിളിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയുന്നത് എളിയവരോട് സദ്വർത്തമാനം പറയും. സദ്വർത്തമാനം ഘോഷിക്കുന്നത് എളിയവരോടാണ്. ആരാ എളിയവൻ? കർത്താവിന്റെ വചനം പറയുന്നത് എന്താണ്? നിങ്ങളുടെ വിളിയെ നോക്കുവീൻ, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെ ഇല്ല,
ധനവാന്മാർ ഏറെ ഇല്ല, ബലവാന്മാർ ഏറെ ഇല്ല, കുലീനന്മാർ ഏറെ ഇല്ല. ദൈവം ജ്ഞാനികളെ രക്ഷിക്കുവാൻ ജ്ഞാനഹീനമായത് തെരഞ്ഞെടുത്തു, കുലീനരെ രക്ഷിക്കുവാൻ കുലഹീനവും നികൃഷ്ടവുമായി തെരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മ ആക്കുവാൻ കുലഹീനവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കരുത്. ദൈവസഭയിൽ ഒരിക്കലും പാടില്ലാത്തതാണ് പ്രശംസ. എന്ത് പ്രശംസ? ക്രിസ്തുവിന്റെ പ്രശംസയുണ്ട്, സ്വയപ്രശംസയുണ്ട്. ദൈവസഭ ഒരിക്കലും ആ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന സഭയെന്ന് പറയുന്നത് ദൈവത്തിന് വിരോധമായിട്ടുള്ള ശബ്ദം ഉയർത്തുന്ന സഭയാണ്, സ്വയപ്രശംസ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നത്? കുലഹീനരെ, നികൃഷ്ടരെ, ജ്ഞാനമില്ലാത്തവരെ, ധനമില്ലാത്തവരെ, ബുദ്ധിയില്ലാത്തവരെ തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. ഈ ഒരു ശബ്ദം കേൾക്കാൻ പാടില്ല. ഈ ഒരു ശബ്ദം കേട്ടാലുള്ള പ്രശ്നം എന്തെന്നറിയാമോ? അത് വലിയ ഒരു വിഷയമാണ്. കാരണം ദൈവസന്നിധിയിൽ നമ്മൾ ദൈവം ഒരുക്കിയിട്ടുള്ളത് നന്മ അനുഭവിക്കാനായിട്ട് ചെല്ലുമ്പോൾ അതുമായിട്ട് താരതമ്യപ്പെടുത്തി പഠിക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾക്ക് ഉദിക്കുന്ന ചോദ്യം ഇതാണ്: ജ്ഞാനികളെ രക്ഷിപ്പാൻ ദൈവം എന്ത് തിരഞ്ഞെടുത്തു? ജ്ഞാനഹീനമായത് ഭോഷത്വമായി തിരഞ്ഞെടുത്തു. അപ്പൊ ലോകത്തിൽ വിശ്വാസത്തിലേക്ക് വരുന്നവർ മുഴുവൻ ആരാ? ഭോഷന്മാരാണ്. ശരിയാണോ? ജ്ഞാനികളെ രക്ഷിപ്പാൻ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. നമ്മളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നു, നമ്മളൊക്കെ ഭോഷന്മാരാണ്. അങ്ങനെ ഭോഷന്മാരാണോ ഈ വിശ്വാസത്തിലേക്ക് വന്നവരെല്ലാം? അപ്പോസ്തലനായ പൗലോസ് ഭോഷനാണോ? അപ്പോസ്തലനായ പൗലോസ് ഭോഷനാണോ? നമ്മൾ ആ മനുഷ്യനെ കുറിച്ച്, ആ കർത്താവിന്റെ ദാസനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയാം. ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം ക്ലിയറായിട്ട് പഠിച്ചവനും വേദങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളെക്കുറിച്ചും സ്പഷ്ടമായിട്ട് ആ മനുഷ്യൻ പറഞ്ഞതുപോലെ വേറൊരാൾ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അത്രമാത്രം ആഴത്തിൽ പത്രോസ് വരെ പ്രകാരം പറഞ്ഞു. എന്താ? പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഗ്രഹിക്കാൻ പോലും പ്രയാസമാണെന്ന് പത്രോസ് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പത്രോസ് പോലെ സ്വർഗ്ഗരാജ്യത്തിന് താക്കോലുള്ളവൻ, ക്രിസ്തു കർത്താവ് തെരഞ്ഞെടുത്തവൻ, അങ്ങനെ അത്ര വലിയവന്, അത്ര ശ്രേഷ്ഠനായ ആ മനുഷ്യൻ പോലും പറഞ്ഞു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ. അപ്പോൾ പൗലോസ് എന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന പോലെ, നമ്മളീ കേട്ടതുപോലെ ഒരു പോഷണമൊന്നുമല്ല, അജ്ഞാനിയൊന്നുമല്ല. പിന്നെയോ? പിന്നെ എന്താ സംഭവിച്ചത്? അപ്പോസ്തലനായ പൗലോസിന്റെ സ്വന്തം ഒരു കാഴ്ചയുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് സ്വന്തമായ കാഴ്ചയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കേതാ? നാം ഇന്ന് വരെ അറിയേണ്ടതുപോലെ ഒന്നും അറിഞ്ഞിട്ടില്ല. അതാണ് അവിടെയാണ്. അപ്പോ അപ്പോസ്തലനായ പൗലോസിന്റെ സ്വന്തം കാഴ്ചയ്ക്ക് അവൻ മോശനാണ്, അവൻ അജ്ഞനാണ്, അവൻ അറിവില്ലാത്തവനാണ്. ലോകത്തിൽ നോക്കുമ്പോൾ അവന് അറിവുണ്ട്, പക്ഷെ അവന്റെ ദൃഷ്ടിക്ക് അവൻ ഒരിക്കലും ജ്ഞാനിയല്ല. ഇനി അവന്റെ കുലം നോക്ക്. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, പരീശൻ, ന്യായപ്രമാണ നീതി സംബന്ധിച്ച അനിന്ത്യൻ, അവന്റെ ഒരു തലമുറ പറയുകയാണെങ്കിൽ ഇന്നേക്ക് ഏകദേശം 4500 വർഷം മുമ്പുള്ള ചരിത്രം തലമുറ പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് ഈസി ആയിട്ട് എടുക്കും. എന്റെ വംശാവലിയോ, എന്റെ അപ്പനോ, എണ്ണിക്കോ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ബെന്യാമീൻ, അവന്റെ തലമുറ ഇങ്ങനെ നോക്കി ഈ കൃത്യമായ തലമുറ പറയാൻ കഴിയും. അവൻ കുലീനനാണ്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഇതൊക്കെ ശരിയാ, ക്രിസ്തുയേശുവിന്റെ നിമിത്തം ഞാൻ ഇതൊക്കെ ചവറന്നെണ്ണിയിരിക്കുന്നു. അവന്റെ ദൃഷ്ടിയിൽ അവൻ കുലീനനല്ല. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ഒരിക്കലും ദൈവത്തിൽ പ്രശംസിക്കില്ല. പിന്നെ പ്രശംസിക്കുന്ന ആരെന്നറിയാം? ഈ കർത്താവ് വീണ്ടെടുത്ത് കുടിലിൽ ഒന്നുപോലെ ഉടുതുണിക്കും മറുതുണി ഇല്ലെന്ന് പറഞ്ഞു വരുന്ന, ഇല്ലെന്ന് ആയിരിക്കുന്ന ഒരുവനെ വിളിച്ച് ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സഭയിൽ എഴുന്നേറ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് പിന്നെ
ഇതൊക്കെ എന്ന് പറയുന്നത് സ്വർണ്ണപ്പാടത്ത് ഇന്നയാള് ഇതാണ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സഭയെ പ്രശംസയാ. എന്തിരുന്നിട്ടാ എന്തിരുന്നിട്ടാ ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാനാണ് കർത്താവ് ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച് അവരെ നടത്തുന്നത്. അതിനിടയ്ക്ക് ഒറ്റ പ്രശംസ വന്നു കഴിഞ്ഞാൽ തീർന്നു, അവന്റെ വളർച്ച അതോടുകൂടി തീർന്നു. ഒരിക്കലും നമുക്ക് പ്രശംസയില്ല. സ്വന്തം കാഴ്ചയ്ക്ക് നമ്മൾ എപ്പോഴും എളിയവരായിരിക്കണം. സ്വന്തം കാഴ്ചയ്ക്ക് നമ്മൾ ജ്ഞാനികളായിരിക്കരുത്, പോഷന്മാരായിരിക്കണം, കുലഹീനരായിരിക്കണം, നമ്മൾ ബുദ്ധിഹീനരായിരിക്കണം, നമ്മൾ ദരിദ്രരായിരിക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സ്വന്തം കാഴ്ചയ്ക്ക് നമ്മൾ ഏതുമില്ലാത്തവരായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതം. അങ്ങനെയുള്ളവരെയാണ് എളിയവരെന്ന് പറയുന്നത്. എളിയ ജീവിതം എന്ന് പറയുന്നത് അതാണ്. എന്നാൽ വിശ്വാസത്തിൽ വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ അങ്ങ് മാറി. വിശ്വാസത്തിൽ വന്ന് കർത്താവ് ചില കൃപകളൊക്കെ കൊടുത്തു. കർത്താവ് നടത്തിയതോടുകൂടി അനുഭവങ്ങളൊക്കെ അങ്ങ് മാറി. അനുഭവങ്ങൾ അങ്ങ് മാറിയപ്പോഴാണ് അവിടെ പറയുന്നത് എന്താണ്? അവൻ സ്വന്തം കാഴ്ചയ്ക്ക് ധനവാനായി, സമ്പന്നനായി, ഒന്നിനും മുട്ടില്ലാത്തവനായി. ഇതിന് കുറവ് ഒന്നിന്റെയും കുറവില്ല. പക്ഷെ അപ്പോഴും അവൻ ആരാന്നറിയാവോ? അവൻ അരിഷ്ടനും, കണ്ണു കാണാൻ പാടില്ലാത്തവനും, നഗ്നനും, കുരുടനും, അവനൊന്നുമില്ലാത്തവനായിരിക്കുന്നു. ഇതാണ് വിളിയാൽ കർത്താവ് വിളിച്ച് ദൈവസഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നവന് സംഭവിച്ചിരിക്കുന്ന മാറ്റമാണ് അവിടെ നാം കാണുന്നത്. ഇന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവവചനം പറഞ്ഞിരിക്കുന്നത്, ദൈവം ഒരു മനുഷ്യനോട് അടുത്ത് വരുമ്പോൾ പീഡിതനാണോ അവൻ വിടുവിക്കും, അത് എളിയവനായിരിക്കണം. പീഡിതനാണെങ്കിൽ അവൻ വിടുവിക്കും, അവൻ എളിയവനായിരിക്കണം. കുനിഞ്ഞിരിക്കുന്നുണ്ടോ അവൻ നിവർത്തും, ആദ്യം കുനിഞ്ഞവനായിരിക്കണം. ഒരു ഭക്ഷണം വേണോ തരും കർത്താവ്, പക്ഷെ വിശപ്പുള്ളവനായിരിക്കണം. അതുപോലെ അഴിച്ചുവിടണോ അഴിച്ചുവിടും, ബദ്ധനായിരിക്കണം. ഇതൊന്നുമില്ലാതെ സ്വതന്ത്രമായി ഞാൻ ഒന്നിനും മുട്ടില്ലാത്തവനെന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന് ഒന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, എളിയവനായി, നമ്മൾ പീഡിതനായി, കർത്താവിലേക്ക് കർത്താവിന്റെ സന്നിധിയിൽ കുനിഞ്ഞിരിക്കുന്നവരായി, വിശപ്പുള്ളവരായി, കർത്താവിന്റെ സന്നിധിയിൽ ബദ്ധന്മാരായി ദൈവത്തിന് മുമ്പാകെ ആയിരുന്നാൽ ഇന്ന് കർത്താവിനോട് വിളിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് സാധിക്കും. ന്യായം പാലിച്ചു തരും, ഭക്ഷണം തരും, അഴിച്ചു വിടും, നിവർത്തും. നമുക്കെല്ലാ നന്മകളും തരുവാൻ കർത്താവ് ശക്തനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് ബലമുള്ള കാര്യത്തിന് കീഴിൽ താണിരുന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കാഴ്ചയ്ക്ക് എപ്പോഴും നമ്മൾ എളിയവരായിരിക്കുക. ദൈവം നമ്മെ ഉയർത്തും. കുട്ടികളെ മടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം